വെൽക്കം ടു രാമോജി ഫിലിം സിറ്റി. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് രാമോജി ഫിലിം സിറ്റി. ഞാനിപ്പോൾ അതിനെ പറ്റി കേൾക്കണുള്ളൂ കേട്ടോ. ഇത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. ഒരാൾക്കൊരു ടിക്കറ്റ് ഏകദേശം ഒരു 1500 അടുത്തൊക്കെ വരും. ഇത് മൊത്തം 200 acres ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് എന്തായാലും നടന്നെത്താൻ പറ്റില്ല. അവർ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോയി കറക്കി കൊണ്ടുവരുന്നത്. ബസ്സിൽ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഗൈഡ് ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവിടെ ആയി ഫിലിം ഷൂട്ട് ചെയ്ത്, ഇവിടെ ആയി പാട്ട് ഷൂട്ട് ചെയ്ത്, അങ്ങനെയൊക്കെ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ചന്ദ്രമുഖി ഷൂട്ട് ചെയ്തത്. ഇത് സെൻട്രൽ ജയിൽ. ഇവിടെ ഞങ്ങൾ ഇറക്കിയില്ല, ജസ്റ്റ് ബസ്സിലിങ്ങനെ ചുറ്റിക്കറങ്ങി ജയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, വിട്ടു കിടന്ന്. ഇത് മഹാഭാരതം ഷൂട്ടിംഗ് ലൊക്കേഷൻ. നല്ല കളർഫുള്ളായിരുന്നു ഇവിടെ. ഇത് റെയിൽവേ സ്റ്റേഷൻ. ചെന്നൈ എക്സ്പ്രസ് ഇവിടെ ഷൂട്ട് ചെയ്ത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു കന്നഡ മൂവി ഷൂട്ടിംഗ് പ്രോസസ്സിലാണ്. ഇത് ബാഹുബലി എൻട്രി സീൻ. ഹൈദരാബാദ് വരികയാണെങ്കിൽ ഒരു 1 day ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഞങ്ങളാദ്യം നല്ല കൺഫ്യൂഷനിലായിരുന്നു, പോകണോന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് വന്നതാ. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഓരോ ലൊക്കേഷൻ്റെയും എക്സിറ്റിൽ ചെറിയ ഷോപ്സ് ഉണ്ടാവും. നമുക്ക് നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ അവിടെ വാങ്ങിക്കാൻ കിട്ടും. വീക്കെൻഡിൽ ഒരിക്കലും പോകരുത്. ബസ്സിനൊക്കെ ലൈനും ക്യൂ ഒക്കെ ആയിരിക്കും. നമ്മളൊരു നോർമൽ ഡേയാണ് പോയത്. എന്നായിരുന്നു? ബുധനാഴ്ച തോന്നുന്നു. ഇത് ലണ്ടൻ സ്ട്രീറ്റ്. നല്ല രസമില്ലേ കാണാൻ? RRR കണ്ടിക്കണമെങ്കിൽ അറിയാം ഇവിടെയാണ് ബോംബ് വെച്ചതൊക്കെ. ഇതൊക്കെ കാണാനുള്ള മൊഞ്ചുള്ളൂ, ബാക്കിലോട്ടൊന്നും ഇല്ല. ഇങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല പെർഫെക്ഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു വിർച്വൽ റിയാലിറ്റി പോലെയാണ്. ആക്ച്വലി ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഫുൾ ഗ്രീൻ ഉള്ള ഒരു റൂമിലാണ്, പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൽ നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. ഇത് ഹവാമഹൽ, ജയ്പൂർ സ്റ്റൈല്. അവിടെ ഇങ്ങനെ ഒരു ഡാൻസും എന്തൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ട്. നല്ല രസമുണ്ടായിരുന്നത്. ഇത് ജാപ്പനീസ് ഗാർഡൻ. പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ. അത് കഴിഞ്ഞ് ബേർഡ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളാണ്. ഇത് കഴിഞ്ഞ് കുറേ ഷോസ് ഉണ്ടായിരുന്നു. അതിൽ ഫിലിം ദുനിയ നല്ല ഇഷ്ടമായി. ട്രെയിനിൽ ഇങ്ങനെ കറങ്ങി കുറേ സ്ഥലങ്ങൾക്ക് കൊണ്ടുപോയായിരുന്നു. പിന്നെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു.